ഏകതാ ദിവസ് സന്ദേശത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ പുരുഷന്മാരെ തിരസ്കരിക്കുന്നതാണ് കോൺഗ്രസിന്റെ ചരിത്രം. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിനെ ഭീകരകേന്ദ്രമാക്കിയതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാഷ്ട്രവിഭജനം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏകതാ ദിവസ് സന്ദേശം. പതിറ്റാണ്ടുകൾ ഭരണത്തിലിരുന്ന കോൺഗ്രസ് പട്ടേൽ, നേതാജി, അംബേദ്കർ തുടങ്ങിയ ദേശീയ പുരുഷന്മാരെ അവഗണിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. कांग्रेस के समय में सिर्फ एक पूर्व प्रधानमंत्री के नाम पर म्यूजियम था. हमने देश के अब जितने भी पीएम हुए हैं उन सब के योगदान को समर्पित राजनीतिक छुआछूत से ऊपर उठ करके पीएम म्यूजियम बनाया है. पूरे जीवन कांग्रेस को समर्पित रहने वाले प्रणब दा को हमने भारत रत्न दिया. അപമാനത്തിന്റെ അടയാളങ്ങൾ മായുകയാണ്. ജൻപത്ത്, കർത്തവ്യപത്തായി, ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ രാഷ്ട്രസ്മാരകമായി, നിരവധി ദ്വീപുകൾക്ക് മഹാരഥന്മാരുടെ പേരുകൾ നൽകിയെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. സങ്കുചിത താൽപര്യത്തിനായി കോൺഗ്രസ് വന്ദേമാതരത്തെ പോലും അവഗണിച്ചു. ബ്രിട്ടീഷ് താൽപര്യമാണ് കോൺഗ്രസ് സംരക്ഷിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. राजपथ कर्तव्य पथ तब बना जब हमने ये बदलाव किया. अंडमान के द्वीपों के नाम कुछ समय पहले तक अंग्रेजों के नाम पर ही थे. हमने ये नाम नेताजी सुभाष के नाम पर रखे. कई द्वीपों को परमवीर चक्र विजेताओं का नाम दिया. കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക് ഭാരതരത്ന നൽകിയത് കോൺഗ്രസ് ഇതര സർക്കാരുകളാണ്. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിനെ ഭീകര കേന്ദ്രമാക്കി. ദേശീയ പ്രസ്ഥാനമായ RSSനെയും കോൺഗ്രസ് എതിർക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.